കഴിക്കിച്ചായ. എന്റെ പൊന്നിച്ചാനല്ലേ ചായ, വന്ന് കഴിക്കിച്ചായ. എന്ത് പ്രഹസനമാണ് ലിസി ഇത്. ഇവളുടെ ഭർത്താവ് ഏതൊരു ക്രിസ്മസിന് ഇവിടുന്ന് പുറപ്പെട്ടു പോയെന്നും പറഞ്ഞിട്ട് എല്ലാ ക്രിസ്മസിനും ഇങ്ങനെ ചോറും വെച്ചോട്ട് കാത്തിരിക്കാൻ നിനക്ക് നാണാവൂലേ? നീ പറയുന്ന പോലൊന്നും അല്ല ജോസേ. എന്റെ ഇച്ചാൻ എന്നെങ്കിലും തിരിച്ചു വരും. 5 വർഷമല്ലേ ആയിട്ടുള്ളൂ പോയിട്ട്. അല്ല, നിന്റെ ഇച്ചായൻ എന്തിനാ ഈ പിണങ്ങി പോയത് ക്രിസ്മസിന്? അത് ഇച്ചാന് ഞാനിവിടെ ചിക്കൻ വറുത്ത് വെച്ചപ്പോ അത് ഒരു മെനകെട്ട പൂച്ച വന്നെടുത്തങ്ങ് തിന്ന്. ഇച്ചാന് ചിക്കൻ കാല് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കാല് കിട്ടിയില്ലെന്നും പറഞ്ഞാ പിണങ്ങിപ്പോയെ. ഒരു മിനിറ്റ്, എടാ, ചിക്കൻ കാല് കിട്ടിയില്ലെന്ന് പറഞ്ഞു നീ നിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോവോ? ഞാൻ പോകത്തില്ല. നീ പോവൂടാ? എന്ത് കാര്യത്തിന്? ഞാനും പോവൂല. എടി, അപ്പൊ ഇത്രേ ഉള്ളൂ നിന്റെ ഭർത്താവിന് സ്നേഹം. അവൻ തിരിച്ചൊന്നും വരാൻ പോകില്ല. എന്നിട്ട് നിനക്ക് വെറുതെ നാണാവൂലേ? എന്തായാലും ഇപ്രാവശ്യം വരും, ഉറപ്പായിട്ടും വരും. നീ കാത്തിരുന്നോ? എല്ലാ ക്രിസ്മസിനും പോലെ വൈകുന്നേരം രാത്രി 10 മണിയാവുമ്പോ നമ്മൾ ഈ ചിക്കൻ കറി ചോറൊക്കെ കഴിക്കേണ്ടി വരും. വേണ്ട, ഇതെന്റെ ഇച്ചാൻ വരും. ഇച്ചാന് കഴിക്കാൻ. നീ ഈ ചായന് കൊടുക്ക്. എടാ, അപ്പൊ ആട്ടൊക്കെ നോക്ക്. അതേ ലിസി, പള്ളിയിലച്ഛൻ എന്താ പറഞ്ഞേക്കണെന്ന് അറിയാമോ? ഇത്തവണത്തെ കരോൾഗാനം നമുക്ക് പൊളിക്കണമെന്നാ പറഞ്ഞാണ്. നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്തോ അച്ഛനെ വേറെന്തോ സർപ്രൈസ് നമ്മളോട് തരാനുണ്ടെന്ന് ഒരു 2-3 ദിവസമായി പറഞ്ഞു. ഇന്ന് ഇവിടെ വരുമ്പോ അതേ വന്നടി അച്ഛൻ. അച്ഛൻ അച്ഛോ, ഈശോ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇത് പള്ളിയുടെ വക. ഇനി നിങ്ങളുടെ വക. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. 250 കുടുംബങ്ങളുണ്ട് ഈ ഇടവകയിൽ. ഈ 4 മുട്ടായി കൊണ്ട് എല്ലായിടത്തും എത്തിക്കണം. അതുകൊണ്ടാ കേട്ടോ. എന്റെ പൊന്നച്ചോ, അച്ഛനെ സമ്മതിക്കണം. പിന്നെ പ്രാക്ടീസ് ഒക്കെ എന്തായി? നടക്കുന്നുണ്ട്. കലക്കണം. ഒരെണ്ണം ഒന്ന് കേൾക്കാൻ പറ്റുമോ? പിന്നെന്താ? 1 2 3 4. മംഗളം മംഗളമേ സോദരേ, മംഗളം മംഗളമേ, മംഗളം മംഗളമേ സോദരേ, മംഗളം മംഗളമേ. ഇനിയെന്നും നിന്റെ നാമത്തിൽ വന്ദനം മംഗളമേ, ഇനിയെന്നും നിന്റെ നാമത്തിൽ വന്ദനം മംഗളമേ. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് പാലകരാം ഞങ്ങളിതാ പോകുന്നു. പാട്ട് ഉഗ്രനായിരുന്നു. പക്ഷെ ഈ പേക്കൂത്ത് വേണ്ട. അയ്യോ, അത് നിനക്ക് ഡാൻസ് ആയിരിക്കും. എനിക്കിത് പേക്കൂത്ത് അങ്ങനത്തെ ഡാൻസ് ഒന്നും വേണ്ട. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. മിനിഞ്ഞാണ്ട തുടങ്ങി ഞങ്ങളെ ഇതാക്കണാണ്. സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ട്. വെച്ച് താമസിപ്പിക്കുന്നില്ല. ഞാൻ പൊട്ടിക്കാം. പൊട്ടിക്ക്. നമ്മുടെ ആ മാളിക്കലെ അലക്സ് ഇല്ലേ, അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവൻ പള്ളി വന്നപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ കോരസംഘത്തിലെ പിള്ളേരാണ്, നല്ലതായിട്ട് പാരടി എഴുതുന്നൊക്കെ പറഞ്ഞപ്പം അവൻ പറഞ്ഞു, നിങ്ങളുടെ പാട്ട് ഇങ്ങനെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിനകത്ത് ജോയിറ്റോ അതിനകത്ത് ഇട്ട് കഴിയുമ്പോ എന്തോ ബിസിനസ്സോ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അലക്സിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കേക്ക് 2-3 പാട്ട് പാടുക. അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വഴി തന്നെ നിങ്ങൾക്ക് അമേരിക്കക്ക് പോവാം കേട്ടല്ലോ. പിന്നെ അവൻ ഇച്ചിരി പൊങ്ങച്ചക്കാരനാ. വരുമ്പോ ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടാൽ മതി, മേളോട്ട് പൊങ്ങി അങ്ങ് പൊക്കോളൂ. അലക്സ് വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ നിന്നിട്ട് കൈ കഴുകാതിരിക്കുകയാണ് സാറേ. അലക്സ് സാറേ, എന്നാ അറിയോ സാറേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ജോസ്. ഇതിനറിയത്തില്ല. ലിസി 5 വർഷത്തിന് മുമ്പ് ചിക്കൻ കിട്ടാതെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതാ. ബെന്നിയുടെ ഭാര്യ. അത് അമേരിക്കയിൽ അറിഞ്ഞു. അമേരിക്കയിലൊക്കെ അറിയാം. ഞാൻ വർക്കി ഇത് പെറുക്കിയോ? അതെ, ഞാൻ ഈ ആവശ്യം കയറുമ്പോ ആഞ്ഞ് പൊട്ടും. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് കമ്പ് തെറിച്ചു പോകും. അപ്പൊ അത് പെറുക്കാൻ പോകുന്ന ആളാണ് ഇവർ. അപ്പൊ അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലോ. അലക്സച്ചായനെ ഇന്നാളി വന്നതിലും അങ്ങ് വെളുത്ത് തുടുത്ത് പോയാട്ടോ, ചുമന്നിരിക്കുന്നത്. നല്ല സായിപ്പിനെ പോലെ ഇരിക്കണല്ലേ. അതിന്റെ തർക്കം അമേരിക്ക നടന്നുകൊണ്ടിരിക്കും. ആരുമായിട്ട്? അപ്പച്ചനും അമ്മച്ചി. അപ്പഴേ എന്റെ ഒരു കണക്കൂട്ടി ലിസിയോട് ഞാനൊരു കാര്യം പറയാം. എന്താച്ചോ? അവൻ പോയിട്ട് 5 വർഷമായില്ലേ? 5 വർഷം അയച്ചോ. അവന് ഇനിയും വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അച്ഛ എന്ത് വർത്താനോ അച്ഛായി പറയാനേ? എന്റെ ചായ വരും, ഉറപ്പായിട്ടും വരും. അല്ല, അവൻ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ദിവസം നീ അവളുടെ കഴുത്തിലോട്ട് ഒരു മിന്നം കിട്ടും. അത് അമേരിക്കയിൽ അറിഞ്ഞു. നീയും അവനും ലൈനാന്നുള്ള കാര്യം അവിടെ അറിഞ്ഞു. പിന്നെ എന്താണ് ലിസി? എനിക്ക് പറ്റത്തില്ല. എന്റെ ഇച്ഛായ മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. എനിക്ക് പറ്റത്തില്ല. ഈ അമേരിക്കക്കാരെ കൊണ്ട് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സമ്മതിക്ക്, കാര്യങ്ങളെല്ലാം ശരിയായിക്കോളും. ഇത് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്ക പോവാലോ, പ്രശ്നങ്ങളില്ലല്ലോ. ജീവിക്കാം. ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും ക്രിസ്മസ് കഴിയട്ടെ. ക്രിസ്മസ് കഴിയുമ്പോഴേക്കും വീട്ടിലെ മനസ്സ് മാറും. അല്ലെങ്കിൽ ഞാൻ മാറ്റി. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അത് മതി. വേറെ പാട്ടുണ്ടല്ലോ. പാപ്പ
അപ്പൊ എന്തായാലും ഒരു നല്ല തീരുമാനം നിങ്ങൾ എടുത്തല്ലേ. അതെ. പാപ്പാനിയുടെ അനുഗ്രഹം പഠിക്കും. അതെ, ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ മിന്നുകെട്ടാണ്. പാപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണം. അവൾ നിരപരാധിയാണ്. ഞാൻ അലക്സ്, അമേരിക്കയിൽ നിന്ന് വന്ന അലക്സ്. ഞാനാണ് ഇതിന്റെ ഒക്കെ സെറ്റപ്പ് ചെയ്തേക്കണത്. ഓഹോ, അപ്പൊ നീയാണ് ഇതിന്റെ ഒക്കെ സെറ്റപ്പ് അല്ലേ? അതെ അതെ. നീ ആരാ? ഞാൻ അച്ഛനാണ്. ബെന്നി ഇത് എന്താ കാണിക്കുന്നത്? എന്താ ഞാൻ എന്താ കാണിച്ചെന്നോ? അച്ഛേ, ശരിക്കും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ചായ. ഈ അച്ഛൻ എന്നോട് പറഞ്ഞ് ഈ പുള്ളിയെ ജോസച്ചാനെ കല്യാണം കഴിക്കും. സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഉള്ള സത്യം ഞാൻ പറഞ്ഞായിരുന്നു അവ കല്യാണം. പക്ഷെ അവള് സമ്മതിച്ചില്ല കേട്ടോ. അതെ. നിന്നോട് ഭയങ്കരമായിട്ട് സ്നേഹം. 5 വർഷം കൊണ്ട് ഞാൻ കാത്തിരിക്കല്ലോ. ഒരു ചിക്കൻ കാലിന് എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ 5 വർഷമായിട്ട് നീ എന്നെ കാത്തിരിക്കേണ്ടവള്. നിന്നെ തേടി ഞാൻ ഇവിടെ വന്നപ്പം ഒരുത്തിനുമായിട്ട് നിന്നെ അനുഗ്രഹിക്കണമെന്നല്ലേടി. ഞാനൊരു കാര്യം പറയാം. അവള് നീ പോയി കഴിഞ്ഞതിന് ശേഷം അവൾ എങ്ങനെ ജീവിച്ചെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവള് പാട്ടും ഡാൻസും അതൊക്കെ ആയിട്ട് ജീവിച്ചാണ് പള്ളിയുടെ ഒരു സഹായത്തോടുകൂടി അവള് ജീവിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നീ വന്നതല്ലേ, സന്തോഷമായിട്ട് കഴിയും. ഇല്ല ഞാൻ സന്തോഷം ഞാൻ ക്ഷമിക്കില്ല. കൂളാകും വിട്. അപ്പൊ ഈ സന്തോഷം നമുക്ക് നല്ലൊരു ക്രിസ്തീയ പാട്ട് കേൾക്കാം. 1 2 3 4. ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ നിങ്ങൾ, ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ, ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ നിങ്ങൾ, ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ, മാനവരാശിക്ക് മോചനം നേടുവാൻ ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ, മാനവരാശിക്ക് മോചനം നേടുവാൻ ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ. കൊണ്ടാരം കണ്ടിട്ട് കാട്ടുകയ്യന്മാർ കാര്യം തിരക്കിയതെന്താണ്, കൊണ്ടാരം കണ്ടിട്ട് കാട്ടുകയ്യന്മാർ കാര്യം തിരക്കിയതെന്താണ്, കാര്യം തിരക്കിയ ഹല്ലേലൂയ ഹല്ലേലൂയ പിന്നെ ഹല്ലേലൂയ. ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ നിങ്ങൾ, ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ, മാനവരാശിക്ക് മോചനം നേടുവാൻ ഉണ്ണി പിറന്നതറിഞ്ഞില്ലേ. അലക്സിന് ഭയങ്കരമായിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സമയമില്ലാത്ത സമയത്ത് ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നത് എന്തിനാണെന്നറിയോ? ഈ നല്ലൊരു പാട്ടാണ് ഈ കൊണ്ടുപോകാനെന്ന് ഓർത്ത് വന്ന. എനിക്ക് പല കൂട്ടം ബിസിനസ് ഉള്ളതാണ്. എനിക്ക് ഈ വേണ്ട ഈ സംഗതി പരിപാടി എന്ന് വേറെ ഒരു പാട്ടും പാടണ്ട. എല്ലാം ഇത് തന്നെ. അലക്സ് ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദര. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദര. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബെന്നിനെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ബെന്നിനെ ഞാൻ അമേരിക്ക കൊണ്ടാൻ തീരുമാനിച്ചു. അപ്പൊ ജോസ് ഈ നാട്ടിലേതെങ്കിലും ജ്യൂസ് അടിച്ച് നടന്നാൽ മതി. ബെന്നി പോണം. ഞാൻ മാത്രം പോരാ, എന്റെ ഭാര്യനെ കൊണ്ടുപോകണം. അത് വേറെ ഒന്നുമല്ല, ഇവളോട് ഉള്ള ഇഷ്ടം കൊണ്ടല്ല. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ധവൻ വീണ്ടും പുറകെ നടന്ന് ശല്യം ചെയ്യും. സന്തോഷായി. സന്തോഷമായോ? സന്തോഷായി ജോസിനെ. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു. അപ്പോ ഞങ്ങളെ കൊണ്ട് ഇറങ്ങും. നീ പള്ളിയിലോട്ടൊക്കെ ഇറങ്ങണേ ബെന്നി. അയ്യോ, അച്ഛനും അച്ഛനും ഇറങ്ങുവാണോ? ഞങ്ങളൊക്കെ ഇറങ്ങുവാ. അല്ല, ചോറൊക്കെ കഴിച്ചിട്ട് പോവാം. എന്നെ തട്ടിയിട്ടിട്ടാണല്ലോ പോണം. പിന്നെ അച്ഛന്റെ ഒരു അതെന്നെ വീണ്ടും ഓർമ്മിപ്പിക്കരുത്. എന്നാ എന്റെ ഇച്ചാന്റെ പിണക്കൊക്കെ ഇന്ന് തീരും. എന്റെ ഇച്ചാന് ഞാനേ മുട്ടൻ 2 ചിക്കൻ കാല് വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടിച്ചു പൊളിക്കുന്നേ. എന്നെ കൈ കഴുകിട്ടിരിക്കും. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. കൈ കഴുകണ്ട, നീ സാധനം എടുത്തോണ്ടോ. സാധനം എടുത്തോണ്ട് വരാം. എന്തായാലും 5 വർഷത്തിന് ശേഷം എന്റെ അയ്യോ, അയ്യോ, അച്ഛനും അച്ഛനും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ, എന്താ ചതിയായി കാണിച്ചേ. എന്നതാണ് സംഭവിച്ചേ? അപമര്യാദയായിട്ട് പെരുമാറിയോ? എന്റെ ജീവിതം തകർത്തച്ചായ.
മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ. എന്നാടി ഇച്ചായന് വേണ്ടി ഞാൻ വറുത്ത് വെച്ച ചിക്കൻ കാലല്ലേ ഇവര് രണ്ടുപേരും പോയി എടുത്ത് കഴിച്ചായ. ഞങ്ങൾ തൊട്ടില്ല അല്ലടാ മതി. നീ വിളിച്ചു വരുത്തി അപമാനിക്കായിരുന്നു. 5 വർഷത്തിന് ശേഷം ഈ വീട്ടിൽ നിന്ന് ഇച്ചിരി ചിക്കൻ കാലം കഴിച്ച് പിണക്കം മാറ്റാൻ വന്ന എന്നെ നീ വീണ്ടും അപമാനിച്ചു. ഇല്ല, ഇല്ല, ഇനി വീട്ടിൽ ഞാൻ നിൽക്കില്ല. പോകും. ഞാൻ പോകും. പോകും. ഞാൻ പോവുക. അയ്യോ പോയി. അച്ഛാ, എന്റെ ജീവിതം നശിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. എന്റെ ലിസി നീ കരയാതെ. എന്തായാലും 5 വർഷം അവന്റെ കണക്കാണല്ലോ. ഇനി ഒരു 5 വർഷം കൂടെ നീ കാത്തിരിക്കും. 5 വർഷം കഴിഞ്ഞ് വരും. 5 വർഷം ഞാൻ കാത്തിരിക്കണ്ടേ അച്ഛോ? സമാധാനിക്ക് എല്ലാം ശരിയാകും. അവൻ വരും. ഇച്ചായൻ വന്ന് 5 വർഷം ഒന്നും കാത്തിരിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കണേ. നിന്റെ ചേട്ടൻ ഇനി നിന്നിട്ടിട്ട് പോകില്ല. അതെ 2 കിലോ ലെഗ് പീസ് മാത്രം ഞാൻ മേടിച്ചോണ്ട് വന്നേക്കാം. അടിപൊളിയായിട്ട് കൊണ്ട് കറി വെക്ക്. നമുക്ക് ഈ 5 വർഷത്തെ ക്ഷീണം തീർക്കാം. അപ്പോഴേ ഞങ്ങൾ നിക്കണോ അതോ പോണോ? എന്തിന്? ആ ചിക്കൻ കറി വിട്ട് ഊണ് കഴിച്ചിട്ട് ഇറങ്ങി പോകണം അവിടുന്ന്.